പ്രശ്നം എന്താ? രാഹുൽ ഗാന്ധി. ഈ രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഉണ്ടായ ഒരു ഗുണം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, ഇപ്പോൾ 2 ടേം കഴിഞ്ഞ് 3ാമത്തെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ടേമിൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി. ഈ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി ഇപ്പോൾ പ്രസംഗിക്കുമ്പോൾ കഴിഞ്ഞ ടേമുകളിലെല്ലാം പരമസാത്വികരായിരുന്ന മനുഷ്യന്മാർ പോലും വാക്കകത്ത് കോലിട്ട് കുത്തിയാൽ പോലും തിരിച്ചൊന്നും പറയാത്ത റെയിൽവേ മിനിസ്റ്ററായിട്ടുള്ള അശ്വിനി വൈഷ്ണവൊക്കെ എഴുന്നേറ്റ് നിന്ന് സിംഹം ഗർജിക്കുന്നത് പോലെയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആകൊണ്ടുള്ളൊരു ഗുണമാണ്. പുള്ളിക്കാരൻ ഒരു പമ്മി ടൈപ്പായിരുന്നു. എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ വീഴ്ച വന്നു കഴിഞ്ഞാൽ ധാർമ്മികത മുൻനിർത്തി ഓടിച്ചെന്ന് രാജിവെക്കുന്ന ടൈപ്പൊക്കെ അല്ലേ. ഇപ്പോൾ അതൊക്കെ മാറി പുള്ളിക്കാരൻ ചാടി എഴുന്നേറ്റ് രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ രീതിയിൽ ആക്രോശിക്കുന്നു. അനുരാഗ് ഠാക്കൂർ പറയുന്നു. അനുരാഗ് ഠാക്കൂറിൻ്റെ ഒരു വാചകം വലിയ വൈറലായി രാജ്യത്ത്. അനുരാഗ് ഠാക്കൂർ പറഞ്ഞത്, താങ്കൾക്ക് ജാതി സെൻസസ് എടുക്കണമെന്നല്ലേ പറഞ്ഞത്, എങ്കിൽ താങ്കളിൽ നിന്ന് ഞാൻ തുടങ്ങാം, താങ്കളുടെ ജാതി പറയൂ എന്നാണ് പറഞ്ഞത്. രാഹുൽ ഗാന്ധി വലിയ രീതിയിൽ പെട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തേജസ്വി സൂര്യ രാഹുൽ ഗാന്ധി വയനാട് വിഷയത്തിൽ രാഹുൽ ഗാന്ധിയെ പ്രതിരോധത്തിലാക്കി. നിർമ്മല സീതാരാമൻ രാഹുൽ ഗാന്ധി ഹൽവ ചടങ്ങിൽ ഈ ഹൽവ കൊടുക്കുന്ന ദൃശ്യങ്ങൾ ഉയർത്തി കാണിച്ചിട്ട് രാഹുൽ ഗാന്ധി ചോദിച്ചിട്ട് പിന്നോക്കക്കാർ എവിടെയും ചോദിച്ചപ്പോൾ തലയിൽ കൈവച്ച് ചിരിക്കുന്ന ഒരു സീനുണ്ടായി. അത് രാഹുൽ ഗാന്ധിയെ മുഴുവനും BJPക്കാർ എടുത്തിട്ട് കൊടയുകയാണ്. പക്ഷേ കേരളത്തിൽ വേറെ നെറേറ്റീവാണ്. രാഹുൽ ഗാന്ധി ഗംഭീരമായിട്ട് മുന്നേറുന്നു എന്നാണ് കേരളത്തിൽ പറയുന്നത്. എന്തായിരിക്കും രാഹുൽ ഗാന്ധിയുടെ ഗതി? ഈ പുള്ളിക്കാരൻ ഇങ്ങനെ കഴിഞ്ഞ തവണ ഞാൻ കണ്ടു, കഴിഞ്ഞ തവണ നരേന്ദ്രമോദി ചാടി എഴുന്നേൽക്കുന്നുണ്ടായി രാഹുൽ ഗാന്ധി മണ്ടത്തരങ്ങൾ പറയുമ്പോൾ. രാജ്നാഥ് സിംഗ് ചാടി എഴുന്നേറ്റ്, അഗ്നിവീറിനെ കുറിച്ചൊക്കെ രാഹുൽ ഗാന്ധി മണ്ടത്തരം പറഞ്ഞപ്പോൾ രാജ്നാഥ് സിംഗ് ചാടി എഴുന്നേറ്റ് അതിനെ തിരുത്തി. പക്ഷേ കേരളത്തിൽ വാർത്ത വന്നത് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കേട്ടിട്ട് മോദിക്ക് ഇരിപ്പുറച്ചില്ലെന്നാണ് വാർത്ത വന്നത്. ഇത്തവണ എന്ത് വേണോ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞാൽ അവരൊന്നും മിണ്ടിയില്ല, അവർ ചിരിക്കുക മാത്രമാണ് ചെയ്തത്. എന്താണ് ഈ പുള്ളിക്കാരൻ്റെ ഒരു പോക്ക്? എങ്ങോട്ടാണ് ഈ പോക്ക്? എങ്ങോട്ടാന്ന് പറഞ്ഞാൽ പുള്ളി ഒരു ചാർലി ചാപ്ലിൻ ആവുകയാണ്. മനസ്സിലായില്ലേ? നിരന്തരം ആൾക്കാരെ ചിരിപ്പിക്കുക, പിന്നെ ഞാനൊരു വിഡ്ഢിയാണെന്ന് സ്വയം പ്രഖ്യാപിക്കുക എന്നൊക്കെയാണ് പുള്ളി. ഭയങ്കര ഇതായിപ്പോയി. കഴിഞ്ഞ ദിവസം ഇപ്പം തനിഷ് പറഞ്ഞൊരു വിഷയം തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുക. കഴിഞ്ഞ ദിവസം ഇദ്ദേഹം എന്തോ ഇതിനകത്ത് കയറി ജാതി വെക്കും. കഴിഞ്ഞ ഇലക്ഷൻ മൊത്തം ഈ ജാതി സെൻസസ് ആയിരുന്നു. അതിനുശേഷം ഈ ഇദ്ദേഹത്തിന് ഈ ഇൻഫർമേഷൻസും അല്ലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുള്ള കാര്യങ്ങളും ഒക്കെ പറയുന്നതിനകത്ത് ഈ ജാതി സെൻസസിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് തീരുമാനിച്ചാൽ മതിയെന്ന് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് അവസാനം ജാതി സെൻസസിന് ഒരു മങ്ങൽ വന്നായിരുന്നു. പ്രചരണത്തിനകത്തില്ലായിരുന്നു. കാരണം പണ്ട് ഈ ജാതിയും ബുക്ക് എടുത്തുകൊണ്ട് വന്ന VP സിംഗിന് പണി കിട്ടിയത്. ഈ ജാതി സെൻസസ് കാര്യമൊക്കെ പറയും, വോട്ട് വരുമ്പം ഇതങ്ങ് വേറെ രീതിയിൽ, ജാതി വരുമ്പം എല്ലാം അറിയാമല്ലോ, നിയന്ത്രിക്കുന്ന മേച്ചാതിയിലുള്ള ആൾക്കാരാണല്ലോ. അപ്പോൾ സംവിധാനം അങ്ങ് മാറും. അപ്പോൾ ഇദ്ദേഹം ഇപ്രാവശ്യം ഈ ബഡ്ജറ്റ് ചർച്ച വന്നു കഴിഞ്ഞപ്പോൾ ബഡ്ജറ്റ് ചർച്ചയ്ക്ക് നിർമ്മല സീതാരാമൻ ബഡ്ജറ്റ് ചർച്ചയുടെ ചർച്ചയ്ക്ക് എത്ര OBC ഉണ്ടായിരുന്നു, എത്ര SST ഉണ്ടായിരുന്നു, എത്ര SC ഉണ്ടായിരുന്നു, മറ്റേ അവർക്ക് വേണ്ടി നീക്കിച്ചു, ഇവർക്ക് വേണ്ടി നീക്കിച്ചു. അപ്പം ഇദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് മറുപടി പറയുന്നതിന് പ്രധാനപ്പെട്ട ആൾക്കാരെ ആരും BJP നിയോഗിക്കുന്നില്ല. അത് തന്നെ ആദ്യത്തെ അടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ. പ്രതിപക്ഷ നേതാവിന് യഥാർത്ഥത്തിൽ മറുപടി കൊടുക്കേണ്ടത് പ്രധാനമന്ത്രിയാണ്. ഒരു കാര്യത്തിനും മറുപടി അദ്ദേഹം കൊടുക്കാറുണ്ട്. ഈ ഠാക്കൂറിനെ പോലുള്ള MP മാരുണ്ട്, കൊച്ചു പിള്ളേരെ പറഞ്ഞുകൊണ്ട് വിടുക. ഠാക്കൂർ ആദ്യമേ ചോദിച്ചു, ശരി ജാതി സെൻസസ് നമുക്ക് തീരുമാനം എടുക്കാം, BJP അങ്ങനെ തീരുമാനിക്കാൻ പോവാം. ഇദ്ദേഹത്തിൻ്റെ ജാതി എന്തുവാ, ഇദ്ദേഹത്തിൻ്റെ അപ്പൂപ്പൻ്റെ ജാതി എന്തുവാ, അമ്മയുടെ ജാതി എന്തുവാ, ഇങ്ങനെ ഇങ്ങോട്ട് ചോദിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഇയാൾ വെളുത്തുപോയി. കാരണം പുള്ളി പറയുന്നത് പുള്ളി ബ്രാഹ്മണനാണ്. ഠാക്കൂർ പറഞ്ഞത് അദ്ദേഹം ബ്രാഹ്മണനാന്ന് പലതും സ്വയം പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. ബ്രാഹ്മണനാവണ്ട, അദ്ദേഹം OBC ആവും. പ്രധാനമന്ത്രിയൊക്കെ OBC അല്ലേ, അതിനെന്താ എത്ര നാണക്കേട്? ഈ ബ്രാഹ്മണനാന്ന് പറയുന്നതിന് എന്താ എത്ര അഭിമാനം എന്നുള്ള രീതിയിൽ ഇതിന് ശേഷം നിർമ്മല സീതാരാമൻ്റെ കയ്യിലോട്ട് കിട്ടി. വളഞ്ഞിട്ടടിക്കുമായിരുന്നു നിർമ്മല സീതാരാമൻ. തമാല്ലേ, നിർമ്മല സീതാരാമൻ ചോദിച്ചു, രാജീവ് ഗാന്ധി ട്രസ്റ്റ് ഉണ്ടല്ലോ, രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ ഉണ്ടല്ലോ നിങ്ങളുടെ അച്ഛൻ്റെ, ഇതിനകത്ത് എത്ര SC/ST ഉണ്ട്, ഇതിനകത്ത് എത്ര OBC ഉണ്ട്, പോട്ടെ എത്ര പേര് പുറത്തു നിന്നുണ്ട്? ഉണ്ടല്ല. പുള്ളിക്ക് ഈ പാർലമെന്റ് അങ്ങ് പിളർന്ന് താപ്പോട്ട് പോയാൽ മതി. അതിനുശേഷം കങ്കണ റാവത്ത് അവർ വന്നു. കങ്കണ റാവത്ത് ചോദിച്ചു പറഞ്ഞു, ജാതി സെൻസസ് ഒക്കെ കൊള്ളാം, അത് നടപ്പാക്കി, പക്ഷേ ഈ മരുന്നടിക്കുന്നു എന്നുള്ള കാര്യം കൂടെ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഇദ്ദേഹത്തിൻ്റെ വാജ്പേയിയുടെ സമയത്ത് അമേരിക്കയിൽ വെച്ച് ഈ മയക്കുമരുന്നിന് കസ്റ്റഡി വെച്ചതിന് പൊക്കിയതാണ്. എന്നാൽ ഈ അദ്ദേഹം ഒരു ഇപ്പോഴത്തെ ആൾക്കാരാണെങ്കിൽ അത് വെച്ച് മൂപ്പിച്ചത് അവിടെ വെച്ച് കൈകാര്യം ചെയ്തത്. പക്ഷേ അദ്ദേഹം വേറെ സാത്വികൻ്റെ സ്റ്റൈലുള്ള മനുഷ്യനാണ്. പുള്ളി പറഞ്ഞു, മാത്രമല്ല ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട കുടുംബം, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് അപ്പൂപ്പൻ ഇരിക്കുന്നു, അമ്മ ഇരിക്കുന്നു, അച്ഛൻ ഇരിക്കുന്നു, ആ ഒരു മകൻ അവിടെ ചെന്ന് ഒരു മയക്കുമരുന്ന് കേസ് പിടിച്ചാൽ ഇവരുടെയൊക്കെ കൂട്ടമല്ലേ, ഇദ്ദേഹം ഇന്ത്യയെ വെളിയിൽ വട്ടം നടന്ന് ആക്ഷേപിക്കുകയും മോദിയെ കുറ്റം പറയുകയും ഇന്ത്യയെ കുറ്റം പറയുകയൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസവും അല്ലെങ്കിൽ ആ ഒരു പൊളിറ്റിക്സും ഒന്നും അല്ലല്ലോ ഇന്ത്യയെ സ്നേഹിക്കുന്ന രാഷ്ട്രീയക്കാർക്കുള്ളത്. വാജ്പേയി എന്ന് പറഞ്ഞാൽ രാജ്യസ്നേഹിയായിരുന്നല്ലോ. അതായത് അപ്പോൾ ഇവിടുന്നുള്ള ഒരാൾക്ക് അവിടെ ഇത്തരത്തിലൊരു അപകടം പറ്റുമോ? അത് ദേശീയ മാധ്യമങ്ങളൊക്കെ വന്നെങ്കിൽ വലിയ പ്രസക്തമായില്ല, വരികയൊക്കെ ചെയ്താൽ കുഴപ്പം വരുമെന്ന് കണ്ടുകൊണ്ട്
രാജ്യാന്തര ബന്ധമുണ്ടല്ലോ. ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇപ്പോൾ അവർ അമേരിക്ക, അങ്ങനെ അദ്ദേഹത്തെ അന്ന് രക്ഷപ്പെടുത്തിയാണ്. ഈ മാതിരി വിഷയങ്ങൾ മൊത്തവും, അതായത് എന്ത് കാര്യം പറയണ്ട എന്ന് അവർ ആഗ്രഹിച്ച് വെച്ചിരിക്കുന്ന കാര്യമല്ല പുള്ളി കാര്യങ്ങളിട്ട് അങ്ങോട്ട് പറയിക്കുന്ന ഒരവസ്ഥയാണ്. എന്തോ പ്രതിപക്ഷം ഇദ്ദേഹത്തിന് എന്തോ ഒരു കുഴപ്പം പറ്റും. നമ്മൾ ടോക്ക് ചെയ്യാൻ വേണ്ടി ചർച്ച ചെയ്യുമല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ധനുഷേ, ഈ 99 സീറ്റാണ് പുള്ളി കിട്ടിയേക്കുന്നത്. 545 സീറ്റാണ് നമുക്കുള്ളത്. ഭൂരിപക്ഷം അപ്പുറത്ത് നിന്ന് അവർ ഭരിക്കുകയും ചെയ്യുക. ഈ ഇവർ പറയുന്നതാണെങ്കിൽ ഈ ഗവൺമെന്റിനെ മറിക്കാനും പറ്റത്തില്ല, കാരണം അതിലത്തെ ഒരു നമ്പറാണ് കിടക്കുന്നത്. ഇദ്ദേഹം ഈ 99 കൊണ്ട് നടക്കുന്ന കണ്ടതിൽ കുണ്ടുകുണിക്ക് പക്ഷി നടക്കുന്നുമല്ല, ഏതാണ്ടൊക്കെ കിട്ടി ഇപ്പം ഏതാണ്ട് ഒരു വലിയ കാര്യം സാധിച്ചെടുത്തോല. കാരണം മനസ്സിലായല്ലോ, അതായത് നിരന്തരമായിട്ട് ഒരാഗ്രഹം വെച്ച് ഒരാൾക്ക് പരാജയം സംഭവിക്കുമ്പോൾ അയാൾക്ക് വേറെ സൈസ് ഈ ഉണ്ടായിപ്പോ ഒരു ശരി ഹാലുസിനേഷൻ ഉണ്ടായിപ്പോവും. അപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇല്ല, പണ്ട് രാജാവ് വിഡ്ഢിയാക്കി നഗ്നനാക്കി നിർത്തിയ പ്രജകൾ അല്ലെങ്കിൽ മന്ത്രിമാരും ഒക്കെ എങ്ങനെ രാജാവ് നഗ്നനാണെന്ന് പറയുമെന്നുള്ള അവസ്ഥയിൽ അദ്ദേഹം കാണിക്കുന്നതൊന്നും ശരിയല്ല എന്ന് പറയാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് ധൈര്യമില്ല. അല്ലെങ്കിൽ അത് പറഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് തോന്നുമെന്ന് വിചാരിച്ച് പറയാതിരിക്കും. ഇനി അദ്ദേഹത്തിൻ്റെ അടുത്ത് തിരുത്താൻ പോയി ഇദ്ദേഹത്തിൻ്റെ ആനുകൂല്യം നഷ്ടപ്പെടുമോ എന്ന് കണ്ട് ഇദ്ദേഹത്തെ ഇതേ രീതിയിൽ അങ്ങ് നയിച്ചുകൊണ്ട് പോവുകയാണ്. പറഞ്ഞ മനസ്സിലായി. ഒന്നുകിൽ ഈ നയിക്കുന്നവർക്ക് കോൺഗ്രസ് രക്ഷപ്പെടേണ്ടാകാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ പണ്ട് രാജീവ് ഗാന്ധിയൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അമ്മയൊക്കെ ഉപയോഗിച്ചാൽ ഏതെങ്കിലും ഒരു സമയം വരുമ്പം ഈ ഒരു സാധനത്തിന് ഉപയോഗിക്കാമല്ലോ. പണ്ട് നമ്മുടെ ഒരു സിനിമയ്ക്കകത്ത് ഒരു നമ്പൂരി ചക്കനെ വേണമെന്ന് പറഞ്ഞില്ലേ, അവിടെ പോയി ഈ മോഹൻലാല് ഈ പൊട്ടനായിട്ടുള്ള നമ്മുടെ ഈ മണിയമ്പിള്ള രാജു അല്ല, ഈ അദ്ദേഹത്തിന്റെ പേര് മരിച്ചു, കലാമണിയെ വിളിച്ചുകൊണ്ട് വരുന്നില്ലേ, അതുപോലെ ഈ ഗാന്ധി കുടുംബത്തിൽ നിന്ന് ഈ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായിരുന്നു. നാളെ കാലത്ത് എന്തെങ്കിലും ഒരു ഉപയോഗം തെരഞ്ഞെടുപ്പിനൊക്കെ വരുന്ന കാര്യത്തിന് കൃത്യമായിട്ട് രാജീവ് ഗാന്ധി അവർ കൃത്യമായിട്ട് ഉപയോഗിച്ചായിരുന്നല്ലോ. രാജീവ് ഗാന്ധിക്ക് 3-2 ഭൂരിപക്ഷം 400-അപ്പുറം സീറ്റ് കിട്ടിയത് അറിയാമല്ലോ, അന്ന് ഇന്ദിരാഗാന്ധിയുടെ അതുപോലെ ഇദ്ദേഹത്തെ ഏതെങ്കിലും ഒരു കാരണത്താൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് ഉപയോഗിക്കാമെന്ന് വെച്ച് കൊണ്ടു നടക്കുന്നതായിരിക്കും. മാത്രമല്ല ഇദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ട് ഇപ്പോൾ വേറെ ആർക്കും വരാൻ പറ്റത്തില്ല, അവരുടെ വലിയ അപ്രമാദിത്വം. അപ്പോൾ ഇത്തരത്തിലുള്ള വിഡ്ഢിത്തങ്ങളുടെ ഒരു കൂമാരം. കാരണം ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തിന് അവിടെ വെച്ച് 1ഉം 2ഉം ഒക്കെ പോകണമെന്ന് തോന്നിയ ഒരവസ്ഥയാണെന്നാണ് ഈ ട്രോളുകളും അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം പക്ഷേ കേരളത്തിൽ ഇതൊന്നും കണ്ടില്ലല്ലോ. കേരളത്തിൽ അദ്ദേഹം പറഞ്ഞ എല്ലാം ശരിയില്ല. കഴിഞ്ഞ ദിവസം അതുപോലെ ട്വീറ്റ് കണ്ടില്ലേ, ട്വീറ്റ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഇതിനകത്ത് ചർച്ച ചെയ്ത പോലെ ട്വീറ്റ് യഥാർത്ഥത്തിൽ ഇംഗ്ലീഷ് അറിയാവുന്നവർ ചർച്ച ചെയ്ത വലിയ വിഷയമാണ്. മനസ്സിലാവുന്നുണ്ട് ആ ട്വീറ്റ്. എന്നിട്ട് അതേ രീതിയിൽ ആ ട്വീറ്റ് പുള്ളി രാത്രി 1:57 ഇട്ടേക്കുന്ന ട്വീറ്റ്. അപ്പോൾ രാത്രി 1:57 എണീറ്റിരുന്ന് ഒരു പ്രതിപക്ഷ നേതാവ് ട്വീറ്റ് ചെയ്യണമെങ്കിൽ അദ്ദേഹം സ്വബുദ്ധിയിലാണോ അല്ലെങ്കിൽ വേറെ എന്തിൻ്റെ അടിമയായിട്ടിരുന്നാണോ ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ തോന്നിപ്പോ. മാത്രവുമല്ല ഇദ്ദേഹം എന്തൊരു വിഡ്ഢിയാണ്, എന്നെ ഈടി പിടിക്കാൻ വരുന്നത് മനസ്സിലുണ്ട് കേട്ടോ. അല്ലല്ല മനസ്സിലുണ്ട്. നമ്മൾ പറയത്തില്ലേ, പണ്ട് ഒരു കഥയുണ്ട്, കോഴിയെ ഒരിടത്ത് കോഴി മോഷണം പോകും, നിരന്തരമായിട്ട് കോഴി മോഷണം പോകും. അപ്പോൾ രാജ്യഭരണ കാലമാണ്. അപ്പോൾ കുറേ കള്ളന്മാരെ അല്ലെങ്കിൽ സംശയമുള്ളവരെ എല്ലാം കൂടെ കൊണ്ടുവന്ന് രാജാവ് നിർത്തി, ഈ രാജ്യസഭയെ നിർത്തിയിട്ട് പറഞ്ഞു, കോഴിയെ കട്ടവൻ്റെ തലയിൽ കൂടെ ഇരിക്കുന്നല്ലോ. അപ്പം ഈ കട്ട യഥാർത്ഥത്തിൽ ഇങ്ങനെ തൂത്തു. മനസ്സിലായില്ലേ എന്ന് പറഞ്ഞല്ലേ, ഈടി എന്നെ പിടിക്കാൻ വരുന്നുണ്ട്, എനിക്ക് ഇൻഫർമേഷൻ കിട്ടി. ചിലപ്പോൾ കിട്ടിയത്തില്ല എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. പക്ഷേ ഒരു കാര്യം രാഹുൽ ഗാന്ധി ഉറപ്പിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പത്രത്തിൻ്റെ കേസുണ്ടല്ലോ, ഈ മറ്റേ നാഷണൽ ഹെറാൾഡ്, ആ കേസിന് ചോദ്യം ചെയ്യുന്നത്തേക്കോ ഇദ്ദേഹത്തെ പ്രതി ചേർത്തിട്ടുമില്ല, സാക്ഷിയാക്കിയിട്ടുമില്ല. ഇദ്ദേഹത്തിന് ഒരു ഉൾവിളി പോലെ, നമ്മളീ പറയുന്നതൊക്കെയില്ലേ ഉൾവിളി പോലെ നടപ്പുണ്ട്, ഞാൻ മാറണമല്ല, ഇദ്ദേഹം ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെല്ലാം രാജ്യവിരുദ്ധ കാര്യങ്ങളാണ്. ഇദ്ദേഹം ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെല്ലാം കേസെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം മാത്രമല്ല ഇപ്പം മറ്റേ ഇദ്ദേഹം ഈ ഉച്ചകോടി കഴിഞ്ഞിട്ട് തിരിച്ചു വന്നില്ലേ, അന്നേരം അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഒക്കെ അല്ലെങ്കിൽ അന്ന് നടത്തിയ അഴിമതിയുടെ ഡീറ്റെയിൽസ് എല്ലാം പുള്ളിയാണ്. ഇതെല്ലാം ഒന്നും അനങ്ങാതെ പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ BJP ഒക്കെ ഇരിക്കുകയും ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ അവർ മിണ്ടുന്നില്ലല്ലോ, വേറെ അവസ്ഥയിലാണല്ലോ ഇപ്പോഴത്തെ മൂന്നാമത്തെ ഗവൺമെൻറ് പോകുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് എന്തോ ഒരു ഭയം വന്നിട്ടുണ്ട്, എന്തിൻ്റെയൊക്കെയോ ഒരു സൂചനയാണോ ഒരു സൂചനയും ചിലപ്പോൾ അവരാലോചിച്ച് പോലും കാണുന്നില്ല. പക്ഷേ ഇദ്ദേഹം ഭയന്ന് തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഭയക്കുന്ന രാത്രികളാണ് കൂടുതൽ ഭയക്കുന്നത്. അതിൻ്റെയാണ് ഈ രാത്രിയിൽ 1:00 ശേഷമോ അല്ലെങ്കിൽ 2 മണിയൊക്കെ അടുപ്പിച്ച് എല്ലാ മനുഷ്യനും കിടന്ന് ഉറങ്ങുന്ന സമയത്ത് എണീറ്റിരുന്ന് ഈഡിയെ നോക്കിയിരിക്കുന്ന പോലെ ഇരുന്ന് ട്വീറ്റിടുന്ന ഒരു രാഹുൽ ഗാന്ധിയും ഒരു പ്രതിപക്ഷ നേതാവിനെയൊക്കെയാണ് നമ്മൾ സ്ഥിരം കോമാളിയാവുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ ഇവിടുത്തെ കോമാളികൾ, കേരളത്തിലെ കോമാളികൾ എടുത്തുയർത്തിക്കൊണ്ട് തുടങ്ങി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.